ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കൂടെ നമ്മുടെ മുറ്റത്ത് കൊത്തിപ്പറിച്ച് നടന്ന കോഴിയെ ഭക്ഷണമാക്കിയപ്പോൾ ആ വീട്ടിലുള്ള ഒരാളും തന്നെ ഭക്ഷണം കഴിക്കാതെ ദാരിദ്ര്യത്വമുണ്ടെങ്കിലും മനുഷ്യൻ്റെ സഹനമായ സഹവർത്തിത്വത്തിൻ്റെ സ്നേഹം കാണിച്ചു തന്നത് ആ നോവലിലൂടെയാണ്. മറ്റൊന്ന് നമുക്കറിയാം, ടാറ്റയെയും ബിർളയെയും പടച്ച അള്ളാഹു അല്ലെങ്കിൽ പടച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും പാടാറുള്ള പാട്ടുകൾ, ആ പാട്ടിലൂടെ ദാരിദ്ര്യവും വലിയവൻ്റെയും ചെറിയവൻ്റെയും വ്യത്യാസങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. ഈ നോവലിൻ്റെ പ്രത്യേകത, നൊടിയാണ്ട് പോയി പണി നോക്കണേ, എടാ എനിക്കെന്താണ് പണി, വിഷയം പറയാണ്ട് വേഗം പുറക്ക് പോണേ എന്ന് പറയുന്ന രീതിയിൽ സിറ്റിക്കാരൻ്റെ ഭാഷ. ഇന്ന് സിറ്റിയിലെ മുട്ടാപ്പത്തിൻ്റെയൊക്കെ കഥ പറയുമ്പം സിറ്റിയുടെ ഭാഷ ഇന്ന് തൃശ്ശൂരുകാരും കോട്ടയംകാരുമൊക്കെ ആസ്വദിച്ച് അർത്ഥം പറയുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരുപാട് പ്രശസ്തമായ അവാർഡുകളൊക്കെ കിട്ടി. ഷാർജയുടെ പ്രഥമ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പുരസ്കാരം, അങ്ങനെ ഒരുപാട് പെട്ടെന്ന് എഴുത്ത് വന്നപ്പോൾ അതിൻ്റെ ഫ്ലോ പോയി, ഏതായാലും സാറില്ല. പിന്നെ പ്രശസ്തമായ പല സാഹിത്യ കൃതികൾക്കുള്ള അവാർഡുകളും മറ്റുമൊക്കെ ഷെമിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഷെമി വരുമ്പോൾ ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഷെമി എന്തു പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾക്ക് ഈ ബുക്ക് വാങ്ങിച്ചു കൊടുക്കണം. 640 പേജുണ്ട്, പെട്ടെന്നൊന്നും നിങ്ങൾക്ക് വായിച്ച് തീരില്ല. പക്ഷെ അതിലൂടെ പറയുന്നൊരു കാര്യമുണ്ട്, വിദ്യ നേടിയാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ പഠനം നഷ്ടപ്പെട്ട സമയത്ത് വീണ്ടും പഠിച്ച് പട്ടിണിയിലും കടവരാന്തയിലും കണ്ണൂർ ആശുപത്രിയുടെ വരാന്തയിൽ പോലും അന്തി ഉറങ്ങിക്കൊണ്ട് അവസാനം വീണ്ടും വിദ്യാഭ്യാസത്തിലേക്ക് വന്നുകൊണ്ട് ഒരു നേഴ്സായിക്കൊണ്ട് നമ്മുടെ കണ്ണൂർ സിറ്റിയുടെ പെരുമാറിയാവുന്ന മലപ്പുറത്തുകാരൻ ഹിറ്റ് FM-ലൂടെ പ്രശസ്തനായ ഫസലുവിൻ്റെ ഭാര്യയായി കഴിഞ്ഞ 10-12 വർഷമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സംവാദം നടക്കുമ്പോൾ നമ്മുടെ ഈ കണ്ണൂർ സിറ്റിക്കാർക്ക് പ്രചോദനമായിട്ടുള്ള അല്ലെങ്കിൽ അവക്കൊരു താങ്ങായിട്ടുള്ള ഫസലു തീർച്ചയായിട്ടും സ്റ്റേജിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഹിറ്റ് FM-ലൂടെ വാർത്താ വിഭാഗത്തിൻ്റെ എന്നും നമ്മൾക്ക് വാർത്തകൾ എത്തിക്കുന്ന ഫസലു തൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ട് 2 മാസത്തോളം വെൻറ്റിലേറ്ററിൽ കിടന്ന ഷെമി, ആ വെൻറ്റിലേറ്ററിൽ നിന്നും 2 മാസം ജീവനുമായി പോരാടുമ്പോൾ ഓർമ്മകൾ മുഴുവൻ നഷ്ടപ്പെട്ട് അവസാനം ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പ്രകാരം ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ചെറിയ പ്രായത്തിലെ ഓർമ്മകളാണ് ആദ്യം തിരിച്ചു വന്നത്. ആ വന്ന ഓർമ്മകളൊക്കെ തന്നെ കുത്തിക്കുറിച്ചുകൊണ്ട് 3000-ഓളം പേജുകളിൽ കുത്തിക്കുറിച്ച ആ ഓർമ്മകൾ പിന്നീട് ഫസലു എന്ന് പറയുന്ന ഭർത്താവ് പുസ്തക രൂപത്തിലാക്കാൻ വേണ്ടി DC ബുക്കിനെ സമീപിച്ചപ്പോൾ അവർ പോലും സ്തംഭിതരായി. ആടുജീവിതത്തിന് ശേഷം പ്രവാസ മണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ് ഷെമിയുടെ പുസ്തകം. ഷെമി നാട്ടുകാരോട് ഷെമി പിന്നിട്ട പാതകൾ എന്താണ് എന്ന് പറയാൻ ഞങ്ങൾക്കൊക്കെ ആകാംക്ഷയുണ്ട്. ഞാൻ കുറച്ചധികം പറഞ്ഞു പോയി, കാരണം നമ്മൾക്ക് പലരും ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ആയതുകൊണ്ട് പുസ്തകത്തിനോടുള്ള കമ്പം കുറയുന്നു. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളിലേക്കും വായനയിലേക്കും നമ്മുടെ പുതിയ തലമുറ വരണമെന്ന് കൂടി പറയാൻ വേണ്ടിയാണ്. ഇതൊരു നോവലിന് വേണ്ടി എഴുതിയ നോവലല്ല, അനുഭവങ്ങളിൽ നിന്നാണ് ഈ നോവൽ വന്നിട്ടുള്ളത്. ഇതിലുള്ള കഥാപാത്രം ഷെമി തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷെമിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഈ ഉല്ലാസ സമയത്തിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കാനായി ഉത്സാഹിച്ച കൂട്ടുപ്രവർത്തകർക്കെല്ലാം ആദരവ്. പരിപാടി ആരോഗ്യകരമാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പന്ന സദസ്സിനെയും വെളിച്ചമായിരിക്കുന്ന വേദിയെയും വിനയം ബഹുമാനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സിറ്റി സൗഭാഗ്യങ്ങളുള്ള ഒരു സ്ഥലമാണത്. സുഖസൗകര്യങ്ങളൊന്നും തന്നെ എനിക്ക് കിട്ടിയിരുന്നില്ല എങ്കിലും സുന്ദരമായ ഓർമ്മകളും അറിവുകളും സ്വകാര്യമായി സൗജന്യം തന്ന ദേശമാണത്. എന്തെന്നാന്നട ബാല്യക്കാർ പിള്ളറെ നിങ്ങളിങ്ങനെ തുമ്മർട്ടുന്നതിന് നടക്കുന്ന ഏത് ചെറുപ്പക്കാർ മുൻപിൽ ചെന്നാലും ഇതേ ചോദ്യം ചോദിക്കുന്ന ഒരു കൈച്ചൂത്തെ നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സിറ്റിയുടെ ഇടവഴികളിൽ എപ്പോഴും ഞാൻ കാണാറുണ്ട്. വാർദ്ധക്യം വലിപ്പം കുറച്ച് കളഞ്ഞ വെള്ളാരം കണ്ണുള്ള ഒരു കൈച്ചൂത്ത.
പഴയ വീടുകളുടെയും പഴയ കടകളുടെയും മുന്നിൽ തന്നെ ഇരുവശത്തുമായി കോൺക്രീറ്റ് കട്ടിലുകളും കോൺക്രീറ്റ് സോഫകളും ഉണ്ട്. ഈ വീതിയുള്ള കല്ല് കട്ടിലുകൾ സമുദായ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഉപയോഗിക്കുന്നത് കാണാം. എന്നാൽ കല്ല് സോഫകളിൽ ആ നാട്ടിലൂടെ അയവിറക്കി കൊണ്ട് നടക്കുന്ന ആടുമാടുകൾ വിശ്രമിക്കുന്നതും കാണാം. ചിലപ്പോഴെല്ലാം അങ്ങാടിയിലൂടെ അലഞ്ഞ് തളർന്നാൽ ഞാനും അവരോടൊപ്പം വിശ്രമിക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന് അരട്ടക്കപ്പള്ളി. അവിടുത്തെ കട്ടിയുള്ള കയറിൽ പിടിച്ച് കള്ളസത്യമിട്ടാൽ ആ പടിയിൽ തന്നെ വീണ് ചോര ചർത്തിച്ച് മരിക്കും എന്ന വാമൊഴി. പിന്നൊന്ന്, വീട് വലുതായിട്ടും സാമ്പത്തികം ചെറുതായതുകൊണ്ടാവാം ദുരഭിമാനമില്ലാതെ മുട്ടാപ്പം ഉണ്ടാക്കി വിറ്റ് ജീവിക്കുന്ന 1-2 കുടുംബങ്ങൾ. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയിൽ കടന്നു കയറി ഓർമ്മയിൽ ഇന്നും ഇരിക്കുന്നുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, കണ്ണൂരുകാരിയാണ് എന്ന് പറയുമ്പോൾ കണ്ണൂർ എവിടെയാണ് എന്ന്. കൃത്യമായി പറയാൻ എനിക്ക് മേൽവിലാസമില്ല. എവിടെ വീട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. കാരണം എൻ്റെ കുട്ടിക്കാലം മുഴുവനും കണ്ണൂരിൻ്റെ തെരുവിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ എല്ലാ സ്ഥലങ്ങളും എനിക്കറിയാം. കൂടുതൽ പറയുന്നില്ല. നമ്മളെല്ലാവരും എപ്പോഴും പരസ്പരം സഹതപിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും മാത്രം ശീലിക്കുക. ഈ സമൂഹത്തിലേക്ക് ഒരു സഹായം ചെയ്യുവാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധത്തിനേക്കാൾ ഒരിക്കൽ ഒരാളോട് വേദനിക്കുന്നൊരു വാക്ക് പറഞ്ഞു പോയല്ലോ എന്നതുമായിത്തീരും. ഇപ്പോൾ പരിചയമുള്ള ഈ ലോകത്തും പരിചയമില്ലാത്ത പരലോകവും, ഇത് രണ്ടും മറന്ന് പരാതികളുടെ പ്രവാഹമാണ്. ഒരു നേരം ആഹാരം കഴിക്കാനില്ലാതെ രോഗിയായി മരിക്കുന്നവനെ മറന്ന് 3 നേരത്തെ ആഹാരത്തിൽ വിഷമാലിന്യം കടന്നു കയറി രോഗത്തിന് കാരണമാകും എന്ന പരാതിപ്പെടൽ. കാൽനടക്ക് പോലും ചെറിയ വഴിയില്ലാത്തവരെ മറന്ന് കാറിൽ പോകുന്നവർക്ക് ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ചുള്ള പരാതി. കുടിക്കാൻ വെള്ളമില്ലാത്തവർ ഉള്ളപ്പോൾ കുളിക്കുവാൻ സ്വിമ്മിംഗ് പൂളുകൾ അനുവദിച്ചു കിട്ടുന്നില്ല എന്ന പരാതി. ഇപ്പോൾ 50 രൂപ അരി വാങ്ങാൻ ഇല്ലാത്തവരെ ഓർമ്മിക്കാതെ 1000 രൂപ മാറ്റാൻ കഴിയില്ല എന്ന പരാതി. ഈ പരാതികളെല്ലാം മാറ്റിവെച്ച് ഒരു നേരത്തേക്ക്, ഒരു നിമിഷത്തേക്ക് നമ്മൾ മാറി നിൽക്കണം. കാരണം ജീവൻ്റെ ആരംഭത്തിന് മുൻപിലെ ചരിത്രവും മരണത്തിനപ്പുറത്തെ വിചിത്രതയും പിളർത്തി പപ്പാതിയാക്കുമ്പോൾ അതിനിടയിലെ ഇടുങ്ങിയ വെറും ഒരു വിടവ് മാത്രമാണ് ഈ ജീവിതം. അറിയേണ്ടത് ഒന്നുമില്ല, ചെറിയ കാര്യമേ ഉള്ളൂ. ബോധം ദരിദ്രമാകുമ്പോഴേ പരാജയങ്ങളിൽ നാം സമ്പന്നമാകൂ. ഒരുപാട് അറിവില്ലാത്തതിനാൽ ഒത്തിരിയൊന്നും സംസാരിക്കാൻ അറിയില്ല. എന്നാലും ഒരുപാട് നന്ദിയോടെ നിർത്തുന്നു. ഷെമി നേരിട്ട വഴികളിലെ അറിവുകളൊക്കെയും സിറ്റിയിലും പരിസര പ്രദേശത്തിൽ നിന്നുമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഷെമിയോട് ചോദിക്കാനുള്ള അവസരമാണിത്.
ഉണ്ടോ എന്നാ ഇരിക്കാം. ഹലോ, ഹായ്, എൻ്റെ പേര് തൻസീർ. ഹായ് ഫെമി, ഹായ് ഫസ്ലു, യു ആർ മൈ ഫേവറേറ്റ് ന്യൂസ് റീഡർ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ ഇത്രയും കഠിനമായ ഒരു ജീവിത യാത്രയിൽ ഫെമിയെ ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരിയാക്കിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഫെമിനിസം എന്ന് പറയുന്നത് തന്നെ, അതായത് ഒരു സ്ത്രീയെ വേർതിരിച്ചു കാണിക്കണമെങ്കിൽ ഒരു പുരുഷൻ്റെ പ്രതലം വേണം, എങ്കിലല്ലേ ഒരു സ്ത്രീയെക്കുറിച്ച് പറയാൻ കഴിയും. തിരിച്ച് പുരുഷനെക്കുറിച്ചും വേർതിരിച്ച് പറയണമെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രതലം വേണം. രണ്ടുപേരും ഇല്ലാതെ ഒരു ലോകവുമില്ല. താങ്ക് യു. Hi Femi and all. Hi all. I'm Anis. My question it is that ഒരു സ്ത്രീ എന്ന നിലയിൽ ജനിച്ച ചുറ്റുപാട്, ഒരുപാട് പ്രയാസങ്ങൾ എന്നിവ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ ന്യൂ ജനറേഷന് എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും താങ്കളുടെ അനുഭവങ്ങൾ കൊണ്ട് എന്തൊരു ഉപദേശമാണ് ഇന്നത്തെ പുതിയ സമൂഹത്തിന് കൊടുക്കാനുള്ളത്? പുതിയ തലമുറ, പഴയ തലമുറ അങ്ങനെ തന്നെ ഒന്നില്ല എന്നൊരു വിശ്വാസമാണ്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഓരോ കാലഘട്ടത്തിലും അതാത് കാലത്തെ ന്യൂനതകളുണ്ടായിട്ടുണ്ട്, നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്, ചിന്താഗതികളുണ്ടായിട്ടുണ്ട്, സ്ഥിതിഗതികളുണ്ടായിട്ടുണ്ട്. പിന്നെ നടവഴിയിലെ നേരുകൾ ആ പുസ്തകത്തിലൂടെ കാണിക്കാൻ ശ്രമിച്ചത് നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. ഇത് സമൂഹത്തിന് പ്രയോജനം ആകും അല്ലെങ്കിൽ പ്രചോദനമാകും എന്ന ഒരു മോഹത്തോടു കൂടി തന്നെയാണ് നടവഴിയിലെ നേരുകൾ എഴുതിയിട്ടുള്ളത്. ആർക്കെങ്കിലും സ്ത്രീകളെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും ചോദ്യങ്ങൾ വല്ലതുണ്ടോ? നമ്മുടെ പരിപാടികൾ ഇനിയും ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കണം. ഒരു മിനിറ്റ്. യെസ്. ഹായ് ഫെമി. ഞാൻ റമീസ്. സോറി. നടവയിലെ നേർവഴികൾ ഈ നോവലിൽ കഥാപാത്രങ്ങളുടെ ഫുൾ ഭാഷ കണ്ണൂർ ഭാഷയാണല്ലോ. ഒരു ആത്മകഥ എഴുതുമ്പോൾ കണ്ണൂർ ഭാഷ എടുക്കാനുള്ള പ്രചോദനം എന്താണ് താങ്കൾ? ആത്മകഥ എഴുതുമ്പോൾ കണ്ണൂർ ഭാഷ എടുക്കാനുള്ള അതേ രീതിയിൽ കണ്ണൂർ ഭാഷയിൽ തന്നെ ഇത് ഏതാണുള്ള പ്രചോദനം? അതിനുള്ള പ്രചോദനം എന്താണ്? താങ്ക് യു യുവർ ക്വസ്റ്റ്യൻ. ഒരു ദിവസം എൻ്റെ ശ്വാസം നിശബ്ദമായി. അത് നാളുകളോളം ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കൃത്രിമമായ ശ്വാസകോശവുമായി ബന്ധിപ്പിച്ചു. പെട്ടെന്നൊരു ദിവസം കണ്ണു തുറന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരുപാട് പേർ, അവർ അടുപ്പം കൂടാൻ വരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും മരുന്നും സഹരോഗികളും. എന്നാലും ഞാൻ ആരാണ്, എൻ്റെ പേരെന്താണ്, എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് ചോദിക്കാനൊന്നും മനസ്സ് വന്നില്ല. പകരം ഒരുപാട് പരിചയമുള്ള ഒത്തിരി പേർ എന്നാലും നമ്മളെ മറന്നുപോയില്ലേ എന്ന പരിഭവത്തോടെ ഒരല്പം വിട്ട് മാറി നിൽക്കുന്നതാണ് കണ്ടത്. ആ ആശുപത്രി കിടക്കയിലും ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. ആ ആശ്വസിപ്പിക്കലാണ് അംഗൻവാടിയിലെ ആ എന്ന അക്ഷരം മുതൽ ദുബായിലെ എയർപോർട്ടിൽ അണച്ചുന്നതുവരെ എഴുതി തീർത്തത്. അതുപടി അതേ രീതിയിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ദുബായ് എയർപോർട്ടിൽ എഴുതിയപ്പോൾ അതിൽ യാതൊന്നും തന്നെ സാങ്കല്പികത കൂടുതലുണ്ടാക്കാതെ എഴുതിയപ്പോൾ ആ സ്ലാങ് ഞാൻ എങ്ങനെയാണോ ജീവിച്ചത് അത് അതേപടി പകർത്തി എന്നതേ ഉള്ളൂ.
ഓക്കെ, പച്ചയായ ഒരു മനുഷ്യൻ്റെ നോവലായി കാണാം. ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം KCPക്ക് ഇവിടെ നിലകൊള്ളുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. തെരുവോരത്തെ ബാല്യങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ഷെമി ഇതിൽ നിന്ന് കിട്ടുന്ന, ഇന്നിപ്പോൾ 11ാമത്തെ എഡിഷനാണ്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന നോവലാണ്. ഒരു ചില്ലിക്കാശ് പോലും റോയൽറ്റി എടുക്കാതെ തെരുവോരത്ത് കഴിയുന്നവർക്കാണ് ഈ പണം മുഴുവൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഷെമിയെ മഹത്തരമാക്കുന്നത്. താങ്ക് യു ഷെമി. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെയും ചോദ്യത്തെ ബഹുമാനിക്കുന്നു. താങ്ക് യു. Today we are so much proud and honored to have such a wonderful person over here, Mr. Ahmad Ibrahim Al-Hamadi, a well-known name in the cultural, economic and social sector of UAE. So to introduce him, we welcome Mr. Nasser Vaniyambalam on the stage. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മയുടെ ഈ സംഗമത്തെ ധന്യമാക്കുവാൻ UAEയിലെ അറിയപ്പെട്ട എഴുത്തുകാരനും ചിന്തകനുമായ UAEയുടെ ഭരണാധികാരികളുമായി നല്ല വ്യക്തിബന്ധം സ്ഥാപിച്ച UAEയുടെ പ്രഗത്ഭനായ വ്യവസായിയും എഴുത്തുകാരനുമായ നമ്മുടെ പ്രിയപ്പെട്ട കവി അഹമ്മദ് ഇബ്രാഹിം മാ ജംഹൂരിയത്തുൽ ഹിന്ദ് വലഹു തഫാഉലുൻ കസീറ في مجال الثقافية والأدب والشعر. وهذه الأمسية الشيخ أحمد، نحن في جالية الهندية تنظم هذه المؤتمر، هذه الأمسية بمناسبة السنوي لهذه الجالية المنظمة. وهنا موجود ما شاء الله الوزير الأسبق في جمهورية الهند السيد أحمد، هو زعيم مسلمي الهند، وأيضا وكان يمثل في الهند في الولايات المتحدة والأمم المتحدة في عدة أيام بأعوام عديدة. وهنا ما شاء الله في أعيان البلاد والتجار في إقليم كنور. فلا أطيل كلمات تعريفية لهذه الجمعية. وأيضا الكاتب الإماراتي السيد الدكتور أحمد إبراهيم، والآن يقدم كلمات التهنئة، فليتفضل مشكورا. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. I would like to use 2 words. Just keep in your mind. We'll come back to these 2 words. First, let me say it in Arabic. We have a 2 words statement. Sima mushtaraka. Sima mushtaraka. Equal in English, common feature. Keep in your mind, we'll come back. Common feature, sima mushtaraka. Just a break and we'll come back to this area. My brothers, sisters, I am next to 2 materials. There is a mic, there is a disc. And in between me and these 2 materials, there are no sima mushtaraka. If I stay for another 10 years here, it will remain with me with the same distance. As much distance is there, it will stay. There will be no common feature between me and these things, because they are metal and materialist. Okay? But if I say, my name is Ahmad, I was next to His Excellency Ahmad, and we spent together maybe hardly 7 to 8 minutes. The sima mushtaraka between me and him might grow and grow and grow if we sit again and again, because we are not metals, we are not materialists. In between us,
in between us, the common feature is in Arabic, أحاسيس ومشاعر. That means sense and feelings. So both Ahmad might sit together next year and make all our Muslim brother of Kerala say, Alhamdulillahi Rabbil Alameen. I was asked by my brother Abdul Nasser, we'll come back to Sima Mushtaraka. Please keep in your mind, we are going to conclude with two words, C, Mim, Sima Mushtaraka. C, English, C, F, common feature. My brother asked me, please provide us your profile. Any profile, any project, even the school where we are holding this ceremony, definitely they want to prepare a profile. They would like to present maximizing their features to show you what we are. They will maximize pages, pictures, words, statements, dialogues, events, blah, 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 so that we say we are the biggest school, we are the best school, we are the best community. But my religion, which believes in all religions, which has all the prophets are equal to us, to say one thing, ad-din al-mu'amala. Holy Prophet, when he explained religion, he gave one word of 5 sentences, five characters. Ad-din, religion, equal to mu'amala. Mim, a, alif, mim, la, ta al-marbuta. 6 characters makes religion. Means, my religion is how to deal with people. You have not dealt with me, I have no profile. My best profile, if you have deal with me and my deal with my country, my state ministers always make me say, we like Dubai, we like UAE, we like our neighbors, we like our visitors, we like our investors, and we like our tourists, because al-mu'amala, a deal is the perfect. So I wish the community in between all of us, we are together, there is a real mu'amala. I have only the last remaining small paragraph. If United Nations says they have 192 flags on UN Tower in New York, that is the proud of United Nations to say we have 192 nations inside the building of UN in New York. I am proud of my country, my city where I was born in 1957. Dubai has 265 nationals inside. And little bit will come back to common feature. These 265 nations inside, there is a common feature among all of them. Now, all of us, while watching, we are in common feature of eyes. You all are watching and I'm watching, so we are in common feature. And we all are maybe saying something, but there is one negative point with our Muslims and our friends of Kerala, that we have a big gap of communication in language. If we have 265 nationals, if there's a Turkish, I can feel what he is trying to say. If there's a Persian, I can feel. If there is an Indian who speaks Hindi or Urdu or Pakistani, we have a certain feeling that he is saying something, because there are some constitutions of Arabic words. But when we come to people from Kerala, we are not coming close because of the language, but we are very close by those 2 words, ahasis wa masha'ir, feelings and sense, because they are very sincere and very reliable and very friendly community in the world. And my request is this ceremony, which was my brother informing that it was started by 60 people in the first year and crossed 1,000 in the second year. Why not within the population of 7.2 and estimated by Ministry of Planning, we are crossing 10 million population in the UAE.
why we don't keep a common feature of talking together once in a week in Arabic. I do suggest that everybody will create in his WhatsApp a group. I'll be proud of to be a member in that group. And every member explores in the early morning something of his own feeling. And the echo will come in Arabic. Let me explain it. There are a lot of talks on screen, okay? A TV can say a lot of things in Arabic, but I can't learn. A lot of videos, a lot of YouTube, things will come I can't feel, but it will come in common feature. If I come out from my house and I saw a dog, I saw a donkey, I saw a bird, I saw a car. So my feeling of the first in the morning, I express in that group in my Malayalam language. And small Mr. Ahmad will come and give you the translation echo in actual pronouncing of Arabic. So in 365 days, after 1 year, we must speak in Arabic. Assalamu alaikum. ഞാനൊരു ട്രാൻസ്ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ എല്ലാം ഇംഗ്ലീഷിലായതുകൊണ്ട് ഇനി ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും നല്ല നമസ്കാരം. അസ്സലാമു അലൈക്കും. ഫസ്ലുവിൻ്റെ 2 വാക്ക്. ഫസ്ലു. രണ്ട് കാര്യത്തിനാണ് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയേണ്ടത്. ഒന്ന്, ഇത്രയും നല്ലൊരു എഴുത്തുകാരിയെ ഇപ്പോൾ മലയാളത്തിന് സമ്മാനിച്ചതിന്. രണ്ടാമത്തെ കാര്യം, ഇത്രയും നല്ലൊരു കൂട്ടുകാരിയെ എനിക്ക് തന്നതിന്. പിന്നെ കണ്ണൂരിൻ്റെ മരുമകനായിട്ട് വരുന്ന ഏതൊരാളുടെയും പ്രതീക്ഷ ഏറ്റവും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള, മറ്റിടങ്ങളിൽ എവിടെയും കിട്ടാത്ത കുറേയധികം ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക എന്നുള്ളൊരാഗ്രഹം കൂടി ഉണ്ടാവും. പക്ഷെ എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, ജീവിതം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ എന്നെ പറഞ്ഞു, എന്തിനാണിങ്ങനെ, പ്രത്യേകിച്ച് ആ പുസ്തകം വായിച്ചിട്ടുള്ളവരാരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും, അവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ആൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല എന്ന് മാത്രമല്ല, കഴിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് സ്നേഹത്തോടെ ഉപദേശിച്ച് ആ സ്വഭാവത്തിൽ നിന്ന് അങ്ങ് മാറ്റും. അതുകൊണ്ട് ഞാനും ഇപ്പോൾ ഏറെക്കുറെ 100% വെജിറ്റേറിയൻ ജീവിതാവസ്ഥയിലേക്ക് മാറ്റി. അതിലൊരു ചെറിയ പരിഭവമുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ അതോടൊപ്പം ഉള്ളിലുള്ള ഒരു ചെറിയൊരു പരിഭവം കൂടി നിങ്ങളോട് പറയാം. കഴിഞ്ഞൊരു 10-11 വർഷം വരെ ഇവിടെ താമസിക്കുന്ന സമയത്ത് പേര് ചോദിക്കും. അപ്പം ഞാനൊന്നും കൂടി കട്ടി കൂട്ടിയിട്ട്, സാധാരണ ഈ ഒരു സംസാരിക്കുന്ന രൂപത്തിലല്ല, വാർത്ത വായിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കട്ടിയിലായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഫസ്ലു എന്ന് പറയും. അപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയും, വാർത്തകളുമായി ഫസ്ലു എന്നുള്ളത് ഹിറ്റ് FM കേൾക്കാറില്ലേ, അദ്ദേഹമാണ് ഞാൻ. അപ്പോൾ അവർ പറയല്ലേ, ഞങ്ങൾ പ്രതീക്ഷിച്ച കുറച്ചും കൂടി വലിയൊരാളായിരുന്നു, ഇത്ര ചെറിയൊരാളല്ല എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോഴത്തെ ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പം ഞാൻ ഫസ്ലു, വാർത്തകളുമായി ഫസ്ലു, ഹിറ്റ് FM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ചോദിക്കും, കണ്ണൂരുള്ള ഒരു എഴുത്തുകാരിയുണ്ട്, ഒരു ഷെമി എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ അവരുടെ ഭർത്താവാണോ എന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കാറുള്ളത്. അതിലൊരു പരിഭവം കൂടിയുണ്ട്. എന്നാലും സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇത്രയും നല്ലൊരു